എടാ അപ്പോൾ നമ്മുടെ JPCയിലോട്ട് എൻക്വയറി ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെ ഡൗട്ടാണ് ഇവിടുത്തെ ഹോസ്റ്റൽ എങ്ങനെയാണ്, അതേപോലെ ഹോസ്റ്റൽ ഫുഡ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ വന്നിട്ട് ഐലൻഡ് ഹോസ്റ്റൽ സിസ്റ്റം ആയിരിക്കും. അതായത് നിങ്ങളുടെ സ്റ്റേയും അതേപോലെ ക്ലാസ്സും ഒരേ സ്ഥലത്തായിരിക്കും. അതിനെക്കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം പോയി വരാൻ വേണ്ടി എടുക്കില്ല. അത്രയും ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ക്ലാസ് ടൈം വന്നിട്ട് 8:30 തൊട്ടിട്ട് 5:30 വരെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു റിപ്പീറ്ററായി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇപ്പോൾ 5 മണി തൊട്ടിട്ടാണ് നമ്മൾ മോർണിംഗ് ഷെഡ്യൂൾ ആരംഭിക്കുന്നത്. അപ്പോൾ 5 മണി തൊട്ടിട്ട് ഒരു 8 മണി വരെ എന്ത് ചെയ്യാണ്, കുട്ടി പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ 8 മണി തൊട്ടിട്ട് 8:30 വരെ എന്ത് ചെയ്യുക, ഫുഡ് അതേപോലെ ഫ്രഷ് ആവാനും വേണ്ടി എടുത്തിട്ട് പിന്നെ 8:30 ആകുമ്പോൾ ക്ലാസ്സിൽ കയറിയിരിക്കുക. പിന്നെ നമുക്ക് ഒരു 11:30 വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ് ടൈം ഉണ്ടാവുക. 11:30 ഒരു ബ്രേക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഒരു ബ്രേക്ക്. പിന്നെ നമ്മൾ വൈകിട്ട് ഒരു 5:30 ആകുമ്പോൾ ക്ലാസ് ചെയ്യും. പിന്നെ 5:30 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ നമ്മൾക്ക് 11 മണി വരെയാണ് നമ്മുടെ സ്റ്റഡി ഷെഡ്യൂൾ വരുന്നത്. 11 മണിക്ക് നമ്മൾ കിടന്നുറങ്ങണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം വരുന്നത്. പിന്നെ നമ്മളെ ഫുഡ് വന്നിട്ട് ഹോംലി ഫുഡ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്താണല്ലോ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നൊരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അതേ ഒരു രീതി തന്നെയാണ് ഇവിടെ. പിന്നെ നമുക്ക് ഞായറാഴ്ച എന്തുണ്ടാവും, ബിരിയാണി ഉണ്ടാവും. അതേപോലെ ബുധനാഴ്ച നമുക്ക് നെയ്ച്ചോറ്, ചിക്കൻ കറി, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഫുഡിൻ്റെ രീതി വന്നിട്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ എന്താണ്ട് ആരും ബേജാറാവൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വരുന്നത്. അപ്പോൾ ഈ കാര്യത്തിലൊന്നും ആരും എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട. എന്തായാലും ഇങ്ങോട്ട് പോരും കേട്ടോ.